ഹലോ ഗൈസ്, അപ്പം ഈ ബിൽഡിംഗ് എന്താണെന്ന് അറിയാവോ? ഇതാണ് തിരുമലൈ നായക്കർ മഹൽ. ഒരു കാലത്ത് മധുരൈ ഭരിച്ചിരുന്ന രാജാവ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 1636 AD-യിൽ തിരുമലൈ നായക് പണി കഴിപ്പിച്ച ബിൽഡിംഗാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിൽഡിങ്ങിന് തിരുമലൈ നായക്കർ മഹൽ എന്ന പേര് വന്നത്. തമിഴ്നാടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ മധുരയിലാണ് ഈ ഒരു മഹൽ സ്ഥിതി ചെയ്യുന്നത്. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ ദ്രവീഡിയൻ ഇസ്ലാമിക് എന്നീ വാസ്തുശില്പകലകൾ സമന്വയിപ്പിച്ചാണ് ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. കൊത്തുപണികളും ചിത്രപ്പണികളും അലങ്കാരപ്പണികളും അതുകൂടാതെ തന്നെ നിറയെ തൂണുകളാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ പ്രത്യേകത. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പാലസിൻ്റെ കൊത്തുപണികളിലെ വൈദഗ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കും. പാലസിലൂടെ നടക്കുമ്പോൾ തന്നെ ദ്രവീഡിയൻ ആർക്കിടെക്ചർ എത്ര വലുതാണെന്നും അതുകൂടാതെ തന്നെ അതിൻ്റെ മഹിമ എന്താണെന്നും നന്നായി അറിയാൻ സാധിക്കും. ഈ പാലസിൻ്റെ തൂണുകളുടെ ആഡംബരത്വം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മധുരയിലെ തിരുമലൈ നായക് എന്ന രാജാവ് പണി കഴിപ്പിച്ച ഈ പാലസ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക് ഡിപ്പാർട്ട്മെൻറ്റാണ് സംരക്ഷിച്ചു വരുന്നത്. നിരവധി വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി ഈ മഹൽ കാണാൻ വരുന്നത്. അപ്പോൾ മധുരയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രധാന ടൂറിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക് പ്ലേസ് ആണ് തിരുമലൈ നായക്കർ മഹൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.